Welcome dears. So homework തന്ന question ആണ്. So ഇത്തിരി difficulties പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്തു തരുന്നത്. Okay. So question ഉണ്ട് സ്ക്രീനിൽ. രാജേഷ് purchased 7 truck on hire purchase on 1st July 2012. So here dateൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. So കേട്ടിട്ടില്ല means നമ്മളെ usually it's Jan to December അല്ലെങ്കിൽ April to March ആണ്. So here it is on 1st July. Let's see closing date എപ്പോഴാണെന്നൊക്കെ നമുക്ക് നോക്കാം. Now cash price of each truck is 50,000. 50,000 എത്ര ട്രക്ക് ഉണ്ട്? ഫസ്റ്റ് സെന്റൻസിലുണ്ട് 7 trucks. So cash price is 50,000 into 7, 3,50,000 cash price. He was to pay 20% of the cash price at the time of delivery. Okay, so delivery means signing the contract. Starting 20% cash price into the കൊടുത്തിട്ടുണ്ട്. That is down payment is 20% of cash price. Cash price is 3,50,000. അതിന്റെ 20% that is 70,000 is our down payment. Okay, now what's saying? Balance in 5 half yearly installment. Balance in 5 half yearly installment. അവിടെ വരെ വായിച്ചോ. Balance. What is balance? എത്രയാണ് നമുക്ക് നോക്കാലോ. 3,50,000 minus down payment നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മൈനസ് ചെയ്യാം. ബാക്കി how much? 2,80,000 അല്ലേ ഇവിടെ വരാം. ഈ 2,80,000 5 equal installment അല്ലേ. 5 equal installment. See, let's see how much. So 2,80,000 divided by 5 half yearly. Anyway 5 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ divided by 5 ചെയ്യാം. It is 56,000. Okay, so 56,000 5 half yearly ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. So this is 5 half yearly, right? ഇനി അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട് from 31st December 2012. ആദ്യത്തേത് കൊടുത്തത് എപ്പോഴാണ്? 31st December 2012. See, ഇവിടെ ശ്രദ്ധിച്ചോ. So December 2012 കൊടുത്തു. ഹാഫ് ഇയർലി 5 വരുന്നത്. അപ്പൊ ഇതെപ്പോ കൊടുത്തിട്ടുണ്ടാവും? ഇത് ഹാഫ് അല്ലേ, നോക്കിയിട്ടാ. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 6. Now January, February, March, April, May, June, June 6. So this will be on 30th June. 12 കഴിഞ്ഞ് 13. അടുത്തത് എപ്പോഴും വരും? 31st December of 13. Now 30th June 2014. അടുത്തതോ 30th December 2014. ഇങ്ങനെയാണ് ഈ ഇൻസ്റ്റാൾമെന്റിൽ പോകുന്നത്. ഹാഫ് ഇയർലി മീൻസ് ഓക്കെ, ഇതൊരു ഇയർ ആണ്, ഇതൊരു ഇയർ. ഓക്കെ, എനിവേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഹാഫ് ഇയർലി പറഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് സംഭവം ഓക്കെ ആണല്ലോ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ്റെ ബാക്കി. ഞാനിത് മയക്കുവാണ്. സോ ദിസ് ഇസ് 56,000 ഓർമ്മയിൽ വേണം. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണം. സോ ഞാനിത് മയക്കുവാണ്. ക്വസ്റ്റ്യൻ ബോർഡിൽ ഇനിയും കാണാം. ഓൺ ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ഓൺ രാജേഷ് ഫെയിലിയർ ടു പേ ദ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ഓൺ 30th June 2013. ഇറ്റ് വാസ് അഗ്രീഡ് ദാറ്റ് രാജേഷ് വുഡ് റിട്ടേൺ 3 trucks to the vendor. The remaining 4 would be retained by him. Okay, so repossess ചെയ്ത് കൊണ്ടുപോയത് 3 truck. ഇനി ഇവിടെ നോക്കാം. സോ ഏത് ഇൻസ്റ്റാൾമെന്റ് ആണ് അടക്കാഞ്ഞത്? ഇത്. അതിന്റെ അർത്ഥം ഏത് മാത്രമേ അടച്ചിട്ടുള്ളൂ? ഈ ഒരൊറ്റ സാധനം. ബാക്കി ഒരെണ്ണം പോലും അടച്ചിട്ടില്ല. ഇത് അടച്ചില്ല. ഇത് അടക്കാത്തപ്പോൾ എന്ത് സംഭവിച്ചു? 3 truck റീപോസസ് ചെയ്തു. 4 truck കയ്യിൽ തന്നെ വെച്ചു. So total 7 trucks. So that's the question. Now what? Okay, the returning price of 3 truck was 40,500. എന്താണ് ഇപ്പം നമുക്ക് നോക്കാം. രാജേഷ് start depreciation 20% per annum. Okay, so Rajesh means hire purchase under the 20%. Vendor after spending 1,000 on repair sold away all the 3 trucks for 40,000. Show the truck account. As usual, രാജേഷിന്റെ ഒക്കെ അക്കൗണ്ട് വരെയാണ്. ഓക്കെ, സോ ഞാൻ അവിടെ അക്കൗണ്ട് ഫോമാറ്റ് ഒന്ന് വരട്ടെ. ഓക്കെ, അക്കൗണ്ട് ബോർഡിൽ കാണാം. ഇൻ ദ ബുക്ക് ഓഫ് ഹയർ പർച്ചേസർ, ദാറ്റ് ഇസ് ഇൻ ദ ബുക്ക് ഓഫ് രാജേഷിന്റെ ബുക്കിൽ വെൻഡർ അക്കൗണ്ടും ട്രക്ക് അക്കൗണ്ടും. ഓക്കെ, സോ നമുക്കറിയാം ഫസ്റ്റ് നമ്മളിവിടെ
ഞാനിവിടെ ഡേറ്റിന് കോൾ ഔട്ട് ഇട്ടിട്ടുണ്ട്. ദിസ് ഇസ് ജൂലൈ 2012 ബൈ ട്രക്ക് 3,50,000. I'm not going to explain it. To cash down payment 70,000. It's on same date July. Okay. Now see, July കഴിഞ്ഞ് 31st ഇത് എപ്പോഴാണ് എൻഡഡാ? ജൂണിൽ അല്ലേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് അവിടെ തന്നിട്ടുണ്ട് 30th ജൂൺ ആണ്. അതായത് ജൂലൈ ടു ജൂൺ 12 months. സോ ഈ ജൂലൈ കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഇൻസ്റ്റാൾമെന്റ് ആണ് അല്ലേ? 31st ഡിസംബറിൽ ഹാഫ് മന്ത് അല്ലേ, സോറി ഹാഫ് ഇയർലി അല്ലേ? സോ 6 months കഴിയുമ്പോൾ ഇൻസ്റ്റാൾമെന്റ് വരും. ഇൻസ്റ്റാൾമെന്റ് വരുമ്പോൾ കൂടെ ആരുണ്ടാവും? ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഇൻട്രസ്റ്റും ഇതേപോലെ 5 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവും, റൈറ്റ്? ഓരോ ഇൻസ്റ്റാൾമെന്റിന് കൂടി ആരും കൂടി ആഡ് ആവുക, ഇൻട്രസ്റ്റ് ആഡ് ആവുമല്ലോ. സോ 5 times ഇൻട്രസ്റ്റ് പേ ചെയ്യും. സോ ഓൺ ഡിസംബർ 31st 2012 നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് എഴുതും. ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഇവിടെ കാണുവാണ് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് 3,50,000 മൈനസ് ക്യാഷ് പ്രൈസ് 70,000, 2,80,000 കിട്ടും. അതിന്റെ 5% ആണ് എടുക്കല്. ബട്ട് ഇവിടെ ജൂലൈ ടു ഡിസംബർ എത്ര മാസത്തേക്ക്? 6 months. സോ 6/12 ദാറ്റ് ഇസ് 7,000. സോ ഇവിടെ ഞാൻ 7,000 എഴുതും. സോ ഡിസംബറിൽ തന്നെ എന്തും കൊടുത്തിട്ടുണ്ട്? ഒരു ഇൻസ്റ്റാൾമെന്റ് പോയിട്ടുണ്ട്. സോ ഇൻസ്റ്റാൾമെന്റിന് ടു ക്യാഷ് എന്ന് എഴുതും. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് 56,000. സോ 56,000 കൊടുക്കണം. ഈ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് 63,000 ഡിസംബറിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂണിൽ എന്ത് സംഭവിക്കുന്നത്? നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആണ്. സോ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആകുമ്പോൾ തന്നെ നമ്മളിവിടെ എന്തെഴുതും? ജൂൺ ആണ്. 30th ജൂൺ 2012 കഴിഞ്ഞ് 13 എത്തി. സോ ഹിയർ ഇൻട്രസ്റ്റ് നമ്മൾ എഴുതുന്നു, ഇൻട്രസ്റ്റ് ഡ്യൂ ആണെന്ന് കാണിക്കുന്നു. ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ഇവിടെ നോക്കിക്കോ. സെക്കൻഡ്, അതായത് ജൂൺ 2013 ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, സോ ഡ്യൂ ബാലൻസ് എമൗണ്ട് എത്രയാണ്? 2,80,000 മൈനസ് ഈ ഒരു ഇൻസ്റ്റാൾമെന്റും കൂടെ നമ്മൾ അടച്ചിട്ടുണ്ടല്ലോ. 56,000 രൂപയും കൂടെ നമ്മൾ അടച്ചില്ലേ? 56,000 കൂടെ അടച്ചു. ഇനി എത്ര അടക്കാൻ ബാക്കിയുണ്ട്? 28, 56 പോയി. നിങ്ങൾ മൈനസ് ചെയ്തോളൂ. ഇൻറ്റു 5/100 ഇൻറ്റു എത്ര മാസത്തേക്ക്? 6/12. സോ ഇതെന്താ ചെയ്തെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ബാലൻസ് ഇനി എത്രയാ? 3,50,000 70,000 കൊടുത്തു, 2,80,000 കൊടുക്കാനുണ്ട്. സോ കൊടുക്കാനുള്ളതിന്റെ 5% 6 monthsലേക്ക് കണ്ടു. ഇത് കഴിഞ്ഞ് 2,80,000 എത്ര കൊടുത്തു? ഒരു 56,000 ഡിസംബറിൽ കൊടുത്തു. സോ ബാക്കി 56,000 മൈനസ് ചെയ്യുക. ബാക്കിന്റെ 5/100 ഇൻറ്റു 6/12 യു വിൽ ഗെറ്റ് 5,600 കിട്ടും. സോ ഇവിടെ ഞാൻ 5,600 എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ നമ്മൾ ഇനി എഴുതേണ്ടത് 30th ജൂണിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഈ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു എന്ന് എഴുതേണ്ടത്. ബട്ട് നമുക്ക് എന്ത് കിട്ടിയില്ല? ഈ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയില്ല. സോ ഈ ഇൻസ്റ്റാൾമെന്റ് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടെ എന്ത് എഴുതണം? 2 ആക്കി എഴുതണം. ഒന്ന് ട്രക്ക് റീപ്രോസസ് ചെയ്തത് ട്രക്ക് എന്ന് പറഞ്ഞിട്ടും എഴുതും. കയ്യിലുള്ളതിനെ നമ്മൾ എന്തും ആക്കി കാണിക്കണം? ബാലൻസും ആക്കി കാണിക്കണം അല്ലെ? ഇതല്ലേ നമ്മളെ പ്രൊസീജിയർ. സോ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ഇതിന്റെ കാൽക്കുലേഷൻ വരിക. ഓക്കെ, ഇത് മയക്കുവാണ്, ഇപ്പുറത്തെ സൈഡ് മയക്കുവാണ്. ഓക്കെ, സി അപ്പൊ നമുക്ക് അവിടെ എഴുതേണ്ട ഈ ട്രക്കിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കല് അഗ്രീഡ് വാല്യൂ ഓഫ് ട്രക്ക്. വാട്ട് ഇസ് ദിസ്? ഇതെന്താ ഇതിന്റെ മീനിങ്? ഈ വെണ്ടർ എത്ര പൈസക്കുള്ള ട്രക്ക് മീൻസ് എത്ര പൈസയുടെ ട്രക്കാണ് എടുത്തു കൊണ്ടുപോയത് ആസ് പെർ ദ വെണ്ടറിന്റെ ആയിട്ടുള്ള അഗ്രിമെന്റിന്റെ ബേസിൽ. ബിക്കോസ് അതുകൊണ്ടാണ് നമ്മളിവിടെ എപ്പോഴും ഡിപ്രിസിയേഷൻ വെണ്ടറുമായിട്ടുള്ള ഡിപ്രിസിയേഷൻ ആണ് ഇവിടുന്ന് ലെസ് ചെയ്യല് അല്ലെ? നേരത്തെ കണക്കിലാണെങ്കിൽ 30%. ഹയർ പർച്ചേസർ ഡിപ്രിസിയേഷൻ 20 ആയിരുന്നു. ബട്ട് വെണ്ടറുമായിട്ടുള്ള അഗ്രിമെന്റിൽ ഡിപ്രിസിയേഷൻ 30 ആയിരുന്നു അല്ലെ? അങ്ങനെയല്ല എടുക്കല്. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈ ഒരു എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചോ. The returning price of 3 truck was 40,500. ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അതായത് ഈ അഗ്രീഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്ത് എഴുതിയാൽ മതി? 40. അഥവാ തന്നില്ലെങ്കിൽ നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. 3 ട്രക്കാണ് തിരിച്ച്
കൊണ്ടുപോകുന്നത്. അപ്പോൾ 3 ട്രക്കിൻ്റെ കോസ്റ്റ് ഇവിടെ എഴുതും. ഡിപ്രിസിയേഷൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യും. ഹാഫ് ഇയർലി ആണെങ്കിൽ ഒന്നുമില്ല, 6/12 എടുക്കണം, അത്രയേ ഉള്ളൂ. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ഒരു ഐറ്റവും പറയുന്നില്ല. സോ ഇവിടെ ഓൾറെഡി നമുക്ക് ആ എമൗണ്ട് ഗിവൺ ആണ്. ഞാൻ അവിടെ 40,500 എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്തോളൂ. ബാലൻസ് ചെയ്താൽ ഇവിടെ കിട്ടും 189100. ഓക്കെ, സോ ഇത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഇവിടെ ഇടണം. ഓക്കെ, ഇനി ട്രക്ക് അക്കൗണ്ടാണ് വരേണ്ടത്. ട്രക്ക് അക്കൗണ്ട് വരയുമ്പോൾ ഈ വെൻഡർ ഇവിടെ വരും 3,50,000. നൗ പിന്നെന്തേ വരുള്ളൂ? ബൈ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എത്ര പെർസെൻറ്റേജാ നോക്കിയേ? 20%. ഒന്നും പറയുന്നില്ല. റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്, ഒന്നും പറയുന്നില്ല. ഒന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഇവിടെ സെക്കൻഡ് ഇയറിലോട്ടോ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല. സോ 20% എടുക്കുക, ഇവിടെ എഴുതാം. 20% എന്ന് പറയുമ്പോൾ 70,000. ഓക്കെ, ഇവിടെ ജൂലൈ ടു ജൂൺ ആണ്. സോ 70,000. ഓക്കെ, നൗ വാട്ട്? പിന്നെ ഇതാ അതിൻ്റെ കൗണ്ടർ എൻട്രി വരും. ഇതിൻ്റെ കൗണ്ടർ എൻട്രി ബൈ വെൻഡർ 40,500. ഇനിയോ നമുക്കറിയാം, നമ്മളിവിടെ ആര് വരും? ബൈ P&L അക്കൗണ്ടും വരണം, ബൈ ബാലൻസും വരണം. P&L അക്കൗണ്ടിൽ ലാഭമാണോ നഷ്ടമാണോ എടുത്തു കൊണ്ടുപോയ ട്രക്കിന്, ബാലൻസിൽ നമ്മളെ 4 ട്രക്കിൻ്റെ ഡീറ്റെയിൽസും വരണം. സോ നമുക്കത് ഇവിടെ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിത് മാറ്റട്ടെ. ഓക്കെ, 3 ട്രക്കിൻ്റെ ആണ് കണ്ടുപിടിക്കാൻ വന്നത്. റീപ്രോസസ് ചെയ്തതിന് ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. എനിക്കറിയുന്നില്ല ഇത് വിസിബിൾ ആണോ അല്ലയോ. എനിവേ ഐ ആം കണ്ടിന്യൂയിങ്. അപ്പോൾ നമുക്ക് 3 ട്രക്കിൻ്റെ ആണ് വേണ്ടത്. 3 ട്രക്കിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണം. സോ ഹിയർ ഞാൻ എഴുതും കോസ്റ്റ് പ്രൈസ് ഓഫ് 3 ട്രക്ക്. 3 ട്രക്കിൻ്റെ പ്രൈസ് എത്രയാണ്? 1,20,000. എത്ര ഒരു ട്രക്കിൻ്റെ പൈസ നോക്കി? 50,000 into 3 അല്ല, 50,000 into 3, that is 1,50,000 into 3, 1,50,000. അതിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യും. ഡിപ്രിസിയേഷൻ 20% ആണ്. സോ 1,50,000 20% 30,000 അല്ലടാ, 30,000 വരും. സോ വി വിൽ ഗെറ്റ് 1,20,000. ഇത് നമ്മുടെ ബുക്കിലുള്ള, അതായത് ഹയർ പർച്ചേസറിൻ്റെ ബുക്കിലെ വാല്യൂ, ബുക്ക് വാല്യൂ. ഓക്കെ, ഈ ഇത്രയും വാല്യൂ ഉള്ള സംഭവമാണ് ആരെടുത്ത് കൊണ്ടുപോയത്? നമ്മുടെ വെണ്ടർ എടുത്ത് കൊണ്ടുപോയത്. എത്ര പൈസക്ക്? 40,500. സോ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണം. ലോസ് ആണ്. സോ ഞാനിവിടെ എഴുതും ലോസ് ഓൺ റീപൊസഷൻ. നമ്മുടെ ബുക്കിലുള്ള വാല്യൂ, പർച്ചേസർ ബുക്കിലുള്ള വാല്യൂ മൈനസ് കൊണ്ടുപോയിരിക്കുന്നത്. ഭയങ്കര നഷ്ടമായി പോയില്ലടാ. ഓക്കെ, 79,500 ഇവിടെ എഴുതണം. ഇനിയോ ഞാൻ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് അവിടെ എഴുതണം. ബാലൻസ് നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളവിടെ ഈ 79,500 എഴുതി. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തിട്ട് ബാക്കി 1,60,000 വരും. അതിവിടെ എഴുതുന്നത് ഇവിടെ ആഡ് ചെയ്തിടണം. ഇവിടെ ആഡ് ചെയ്തിട്ട് 1,60,000. ഇനി ആ 1,60,000 ബാലൻസ് ചെയ്യാണ്ട് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിന്റെ മീനിങ് എന്താ? ഹയർ പർച്ചേസറുടെ കയ്യിൽ ബാക്കിയുള്ള ട്രക്കിന്റെ വാല്യൂ നമുക്ക് നോക്കാലോ. ഇനി എത്ര ട്രക്ക് ബാക്കിയുണ്ട് അയാളുടെ കയ്യിൽ? 4 ട്രക്ക്. അതിന്റെ കോസ്റ്റ് എടുക്കുക, അതായത് ക്യാഷ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഓഫ് 4 ട്രക്ക് എത്രയാ? 550,000 ഒരു ട്രക്കിന്. 50,000 into 4, 2 lakh. മൈനസ് ഡിപ്രിസിയേഷൻ 20%. ഇതിന്റെ 20% എന്ന് പറഞ്ഞാൽ 40,000. ബാക്കി എത്ര? 1,60,000. ഇതാണ് ഇത്. നമ്മളെ കയ്യിൽ ബാക്കിയുള്ള സാധനമാണ് ഇത്. ഇത് എടുത്തു കൊണ്ടുപോയ സാധനത്തിന് ബുക്കിലുള്ള വാല്യൂ. ഇത് അവര് വെണ്ടർ എഗ്രി ചെയ്ത് നിങ്ങളെ ഈ ട്രക്ക് നിങ്ങളെ ബുക്കിൽ ഇത്ര കാണിച്ചു, ബട്ട് ഞാൻ റെഡിയല്ല ഇത്ര പൈസക്ക് തിരിച്ചെടുക്കാൻ. ഞാൻ ഈ 3 ട്രക്ക് 40,500 തിരിച്ചെടുക്കുന്നുള്ളൂ. സോ
അതാണിത്. ഇനി ഇത് കയ്യിലുള്ള അസറ്റിന് നമ്മളെ വാല്യൂ 1,20,000 കൊണ്ടുപോയി ഇത്രക്ക്, അപ്പൊ നമുക്ക് ഇത്ര നഷ്ടം. സോ നഷ്ടം നമ്മളിവിടെ കാണിച്ചു. ബാക്കി വരുന്ന 4 ട്രക്കിന് നമ്മളെ കയ്യിൽ നമ്മളെ ബുക്ക് വാല്യൂ ഇസ് 1,60,000. സോ ഇതാണ് ഇതിന്റെ മീനിങ്. ഇനി നിങ്ങൾ ഇതിന്റെ ഈ അക്കൗണ്ട് വാട്ട് രാജേഷ്, അത് ഇൻ ദ ബുക്ക് ഓഫ് വെണ്ടർ എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല. അവിടെ ബോർഡിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സൊല്യൂഷൻ ഇട്ട് തരാം, അത് നിങ്ങൾ ചെയ്യുക. ബിക്കോസ് നേരെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട്, സി ഇപ്പോൾ ബോർഡിൽ കാണാം ഗുഡ് റീപോസസ്ഡ് അക്കൗണ്ട്, മറ്റേത് നേരെ ഉൾട്ട മീൻസ് സോറി നേരെ ഓപ്പോസിറ്റ് എഴുതുക. ആൻഡ് ഗുഡ് റീപോസസ്ഡ് അക്കൗണ്ടിൽ അവിടെ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. റിപ്പയർ ചെയ്ത പൈസ കാണാം, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ 40,000 അപ്പുറത്തെ അക്കൗണ്ടിൽ ഇങ്ങോട്ട് എഴുതിയതാണ്. വിറ്റ പൈസ ബൈ ക്യാഷ് അക്കൗണ്ട്, ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയാം, അതിലെഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. സോ ഇത് നോക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല കട്ടി ചാപ്റ്ററാണ് ഹയർ പർച്ചേസും നിങ്ങളുടെ ബ്രാഞ്ച് അക്കൗണ്ടും. ഓക്കെ, ബാക്കിയൊന്നും എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. എനിക്ക് മീൻസ് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ മൈൻഡിൽ തിങ്ക് ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട് ഹയർ പർച്ചേസിൽ. ഓക്കെ, സി ഇതൊന്ന് കോപ്പി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. P purchased 4 cars at 14,000 each on hire purchase system. Hire purchase price for all the 4 cars was 60,000. To be paid 50,000 down. Okay, ഞാൻ വീണ്ടും വരും, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. Now I am coming to the second para. After having paid down payment, first installment, ബയർ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു, ഡൗൺ പേയ്മെന്റ് അടച്ചു, ബയർക്ക് വേറെ ഒന്നും അടക്കാൻ പറ്റിയില്ല. സോ എന്ത് ചെയ്തു? മൊത്തം 4 കാറിൽ 3 കാറ് തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഒരു കാർ ആരെടുത്ത് ഉണ്ടാവും? നമ്മളെ പർച്ചേസർ കയ്യിൽ ഉണ്ടാവും, പീൻ്റെ അടുത്ത് ഉണ്ടാവും. ഓക്കെ, ദെൻ ഓക്കെ ഓക്കെ അതൊക്കെ ഉണ്ട്. അതിനേക്കാളും മുന്നേ സി ഇവിടെ ശ്രദ്ധിച്ചോളെ. സോ ഇപ്പൊ ചെയ്യേണ്ടത് റീപൊസിഷൻ ആണ്, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഞാനിത് ചെയ്യൂല, ഞാൻ എക്സ്പ്ലനേഷൻ മാത്രമാണ്, ബട്ട് ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ ഞാൻ എഴുതാൻ പോവാണേ. 4 കാറ് 14,000, 56,000. സംശയമില്ലല്ലോ? ഇല്ല. പിന്നെയും പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് 60,000 ആണ്. പിന്നെ എന്താ പറഞ്ഞ? ഡൗൺ പേയ്മെന്റ് 15,000 ആണ്. ഇൻസ്റ്റാൾമെന്റ് 15,000 വെച്ച് 3 ഇയറിൽ, ക്വസ്റ്റ്യൻ നോക്കിയേക്കണേ, 3 ഇയറിൽ കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞ? ഇൻട്രസ്റ്റ് 5% ആണ്. പിന്നെ എന്താ പറഞ്ഞ? ബയർ 10% ആണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഏത് മെത്തേഡിൽ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. ഇല്ലേ? ക്വസ്റ്റ്യനിലില്ലേ? ഉണ്ട്. 10% straight line method, right? Okay. ഇത്രയും ആയി. ഇനിയോ റീപ്രോസസ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു. റീപ്രോസസ് ചെയ്ത എത്ര കാർ? 3 കാർ. ഇത് ആരെടുത്ത് കൊണ്ടുപോകും? വെൻഡർ. വെൻഡർ എടുത്ത് കൊണ്ടുപോകും, റൈറ്റ്? ഓക്കെ, വെൻഡർ എടുത്തിട്ട് ഏത് പൈസക്കാ കൊണ്ടുപോകുന്ന? നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. എഗ്രീഡ് വാല്യൂല്. ഈ അഗ്രീഡ് വാല്യൂ കാണുമ്പം ഡിപ്രിസിയേഷൻ എന്തെടുക്കാനാ പറഞ്ഞത്? 20%. അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചേക്കണേ. ഏത് മെത്തേഡില്? ഡിമിനിഷിങ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണല്ലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? വെൻഡറിന്റെ അക്കൗണ്ട് വരയുന്നു. ഇവിടെ ഞാൻ ബൈ കാറെന്ന് എഴുതുന്നു. ഇവിടെ ഏത് എമൗണ്ട് എഴുതണം? 56 എഴുതണോ 60,000 എഴുതണോ? ഏത് എഴുതണം? ഒരു സംശയവും വേണ്ട, ഇവിടെ നമ്മൾ ക്യാഷ് പ്രൈസ് ആണ് എഴുതുക. ദാറ്റ് ഈസ് 56,000 വേണം അവിടെ എഴുതാൻ. സി ഇവിടെ ശ്രദ്ധിച്ചോളെ. ഓക്കെ, ചില ആൾക്കെങ്കിലും ഇപ്പോഴും ആ സ്പാർക്ക് കത്തിയിട്ട് എന്താ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടി പി ഇസ് ദ പർച്ചേസർ. പി ആണ് ഈ സാധനം, ഈ കാറ് വാങ്ങിച്ചത്. പി എത്ര പൈസ വെണ്ടറിന് കൊടുത്തു? സൈൻ ചെയ്യുമ്പോൾ 15 കൊടുത്തു. ഇൻസ്റ്റാൾമെന്റ് ഇങ്ങനെ കൊടുത്തു. മൊത്തം ഇയാൾ എത്ര കൊടുത്ത്? 60,000. ഓക്കെ ഓക്കെ, സി അതിൽ കാറിന്റെ പൈസ എത്രയാ?
56. അപ്പം ബാക്കിയുള്ള സാധനം എന്താ? ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് ഇത് 60,000 ഹയർ പർച്ചേസ് പ്രൈസ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഹയർ പർച്ചേസ് പ്രൈസ്. സോ ഇവിടെ ഒരിക്കലും ഈ 60,000 എഴുതാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ എന്തും കാണിക്കണം? ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കണം. സോ ഇതിന്റെ മേലെ എഴുതുമ്പോൾ വീണ്ടും എന്താവും? ഓൾറെഡി ഇതിനകത്ത് ആരുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. സോ എപ്പോഴും ക്യാഷ് പ്രൈസ് വേണം എടുക്കാൻ. സോ ആ ഒരു പോയിന്റ് ഓർമ്മിക്കാം. പിന്നെ വെറുതെ 15,000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ആരുണ്ട്? ഇൻട്രസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് 15,000. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും കൂടെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷൻ ബോർഡിൽ കാണാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ വെൻഡർ അക്കൗണ്ട് ഇസ് ദെയർ ഓൺ ദ ബോർഡ്. ബൈ കാർ, സംശയമില്ല. ബൈ കാർ എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതേണ്ട? 56,000. അത് എഴുതിയ ഉടനെ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഡൗൺ പേയ്മെന്റിന്റെ സംഭവം ലെഡ്ജറിലോട്ട് എഴുതണം. ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. എല്ലാ പ്രോബ്ലത്തിലും ഡൗൺ പേയ്മെന്റ് തരണം എന്ന് ഒരു നിർബന്ധവും. സോ ബൈ ക്യാഷ്, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 15,000 എഴുതി ഡൗൺ പേയ്മെന്റ്. ഡൗൺ പേയ്മെന്റ് ചെയ്ത ഉടനെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് എഴുതണം. ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? 56,000 15,000 കിഴിക്കുക. എത്ര പെർസെൻറ്റേജ്? 5% ചെയ്താൽ 20/50 കിട്ടും. പിന്നെയോ നമ്മൾ അപ്പം തന്നെ എന്ത് എഴുതണം? ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന എൻട്രി. ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ ഓക്കെ ബോർഡിൽ നോക്കിക്കോ. ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ സോ നമ്മളിവിടെ ടു ക്യാഷ് എന്നല്ലേ എഴുതുക. കുട്ടികൾ സ്ഥിരമായിട്ട് വരുത്തുന്ന തെറ്റ് 15,000 കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും? ഇൻട്രസ്റ്റ്. ഈ കണക്കിൽ ഇത് ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് തന്ന സാധനമാണ് എന്ത്? 15,000. ഇതിന്റെ കൂടെ ഇവിടെയുള്ള ഈ 20/50 ഇതിൽ ആഡ് ചെയ്യരുത്. ബിക്കോസ് അത് ഓൾറെഡി ഇതിനകത്തുണ്ട്. ഓക്കെ, അത് ഓൾറെഡി ചേർത്തിട്ടുള്ള പൈസയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 15,000 തന്നിരിക്കുന്നത്. സോ വെറുതെ തന്നതാണോ, ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാക്കണം. ഒന്നും പറയുന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അർത്ഥം. അപ്പൊ ഒരാൾ ഒരു സംശയം ചോദിച്ചു, അപ്പൊ നേരത്തെയും ചെയ്തതോ? നേരത്തെയൊക്കെ എന്താ ചെയ്തത്? ഇവിടെ ചെയ്യും. നേരത്തെ നമ്മളോട് പറഞ്ഞത് 56,000 ഇതിന്റെ മേലെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഡൗൺ പേയ്മെന്റ് ലെസ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എടുത്ത അല്ലടാ. ഇതിനകത്ത് ഇങ്ങനെയല്ല എടുത്തത്. സോ അവിടെ ഇതുമല്ല തന്നത്, ഡൗൺ പേയ്മെന്റ് ആണ് ഇത്. ഡൗൺ പേയ്മെന്റ്. സോ എന്നിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾമെന്റ് എടുത്തത്. ക്യാഷ് പ്രൈസിന്റെ മേലെയാണ് നമ്മൾ ഡിവൈഡ് ഒക്കെ ചെയ്തത്. അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഈ ഇൻട്രസ്റ്റ് ഇതിൽ ആഡ് ചെയ്തത്. ബട്ട് ഹിയർ പ്രശ്നം എന്താ? ഈ ഒരു തന്നിരിക്കുന്നത് എന്തും കൂടെ അടക്കമില്ല, ഇൻട്രസ്റ്റും കൂടെ അടക്കം ഉള്ളതാണ്. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്ത് 1-2 പ്രോബ്ലം ചെയ്യാം, തറവാക്കാം. ഓക്കെ, സോ 15,000 അവിടെ എഴുതി. ബാലൻസ് ചെയ്യുന്നു 28050 ഫോർ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ബോട്ട് ഡൗൺ ചെയ്യുന്നു 28050. ദെൻ അപ്പം തന്നെ ഇൻട്രസ്റ്റ് എഴുതണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു 5%. റിമൈനിങ് ബാലൻസ് 28050 കൊണ്ട് 5%. പിന്നെയോ അപ്പോഴാണ് കാർ കൊണ്ടുപോയത്. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ല. സോ വാല്യൂ ഓഫ് ദ കാർ ടേക്കൺ എവേ. അത് മാത്രം ഞാൻ ചെയ്യാം. ഓക്കെ, ഇവിടെ മയക്കുവാണേ, ആവശ്യം വരും. ഇവിടെ മയക്കാം. ഓക്കെ, അപ്പം എത്ര രൂപയുടെ കാർ തിരിച്ചെടുത്തു? അപ്പൊ എഗ്രീഡ് എന്താ എഴുതുക നമ്മള്? എഗ്രീഡ് വാല്യൂ ഓഫ് കാർ അല്ല, അയാൾ തിരിച്ചു കൊണ്ടുപോയത്. എത്ര കാർ? 3 കാർ. 3 കാറിന്റെ വില 3 × 14,000 42,000 അല്ലെ? 42,000. എഗ്രി ചെയ്ത ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എത്ര? 20%. ഏത് മെത്തേഡിൽ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. നമുക്കിവിടെ 2 ഇയർ ചെയ്യണം. ഒന്നാമത്തെ ഇയറും ചെയ്യണം, രണ്ടാമത്തെ ഇയറും ചെയ്യണം അല്ലെ? രണ്ടാമത്തെ ഇയറിലല്ലേ പ്രോബ്ലം വന്നത്. ഓക്കെ, സോ ഇതിന്റെ 20% കാണാം. ഓക്കെ, എത്രയാ? 42,000 × 20 ശരിയാണ് അല്ലേ? 33,600. സോ ദിസ് ഈസ് ദ ക്ലോസിംഗ് WDV ഫസ്റ്റ് ഇയർ അല്ലേ? ഇനി ഇതിന്റെ മേലെ എന്ത് ചെയ്യണം? വീണ്ടും ഡിപ്രിസിയേഷൻ കാണണം. ഇത് തന്നെ എടുത്ത് എഴുതണോ അല്ലെങ്കിൽ ഇതിന്റെ 20 കാണണോ?
ഇതിന്റെ 20 കാണണം ബിക്കോസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. സോ 33,600ന്റെ 20% ചെയ്ത 6720 വരും. ഓക്കെ, സോ അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. നമുക്ക് 6720 we will get 26880, right? 26880. okay, ഇനി നോക്കിയേ, സൊല്യൂഷൻ ബോർഡിൽ കാണാം. നിങ്ങൾക്ക് കിട്ടിയില്ലേ? 26880. ഓക്കെ, ബാക്കി ബാലൻസ് 2573 നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്തിട്ട് അവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് നോക്കാം. അടുത്ത അക്കൗണ്ട് കാറിന്റെ അക്കൗണ്ട്. കാറിന്റെ അക്കൗണ്ട് എടുത്തോ, ബോർഡിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഫസ്റ്റ് ടു വെൻഡർ 56,000 ഡിപ്രിസിയേഷൻ ഓൺ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണ് ഇവിടെ. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് 10% എടുത്തു. ദെൻ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. നെക്സ്റ്റ് ഇയറിലെ തുടക്കത്തിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുത്തു. ഡിപ്രിസിയേഷൻ എഴുതി നോക്കിയേ, മേലത്തെ 5,600, താഴേക്ക് 5,600. അങ്ങനെ വന്നു, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട്. പിന്നെയോ ഈ ബൈ വെണ്ടർ പറഞ്ഞാൽ ആ വെണ്ടർ അക്കൗണ്ടിലുള്ള ബാലൻസ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി. ഓക്കെ, നൗ അടുത്തത് P&L അക്കൗണ്ട്. പ്രോഫിറ്റ് ആണോ ലാഭമാണോ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതും കൂടെ ഞാനിവിടെ ചെയ്യാം. ഇവിടെ നോക്കാം, ഇവിടെ തന്നെ ചെയ്യാണേ. ഇതെന്താ? വെണ്ടർ കൊണ്ടുപോയത് നമ്മളെ 3 ട്രക്കിന് കാറിന് ഈ പൈസക്കാണ് വെണ്ടർ കൊണ്ടുപോയത്. ഇനി എൻ്റെ ബുക്കിൽ ഇതിന്റെ വാല്യൂ എത്ര? എൻ്റെ മീൻസ് ഹയർ പർച്ചേസർ ബുക്കിൽ ഇതിന്റെ വാല്യൂ എത്ര നോക്കാം. 3 കാർ 3 × 14,000, അപ്പം 42,000 തന്നെ വരും തുടക്കത്തിൽ. ഡിപ്രിസിയേഷൻ നമ്മൾ ഹയർ പർച്ചേസർ 10% ഓൺ SLM മെത്തേഡ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് 4,200. ഓക്കെ, സോ 3,7,800. വീണ്ടും നമ്മൾ ഡിപ്രിസിയേഷൻ അടുത്ത ഇയറിൽ 10%, 2 ഇയർ ഉണ്ടല്ലോ. ഏത് മെത്തേഡ്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സോ ഇതിന്റെ 10 അല്ല വേണ്ട, ഏതാ വേണ്ട? ആദ്യത്തെ അതേ സംഭവം 4,200. സോ ഇത് ബാലൻസ് ചെയ്ത് എത്ര കിട്ടും? അല്ല, മൈനസ് ചെയ്ത് എത്ര കിട്ടും? 33,600 അല്ലല്ലോ. 3,7,800 മൈനസ് 4,200, 33,600. See, 33,600. ഇതിന്റെ മീനിങ് ബുക്കിൽ ഈ കൊണ്ടുപോയ 3 ട്രക്കിന് ഇത്ര വാല്യൂ ഉണ്ട്. അയാൾ കൊണ്ടുപോയത് 26,850. സോ ലോസ് ആണ്. എത്ര ലോസ്? മൈനസ് 26,850 മൈനസ് 33,600 67,20. അപ്പോൾ P&L ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ കാണാം. P&L അക്കൗണ്ടിൽ 67,20. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു കാറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു കാറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്നിക്കെ ബാലൻസ് ചെയ്തിടാം, അല്ലെങ്കിൽ ഒരു കാർ 1 കാർ 1 × 14,000. സോ 14,000. അതിൽ നിന്ന് ആദ്യത്തെ ഇയറിലെ ഡിപ്രിസിയേഷൻ 10%. സോ 1,400. ഓക്കെ, നൗ അഗെയിൻ നെക്സ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ 10% ഓൺ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സോ 1,400 തന്നെ. ഇറ്റ് ഈസ് 11,200. കണ്ടല്ലോ, 11,200. ബാലൻസ് ചെയ്താലും അവിടെ 11,200 കിട്ടും. ഓക്കെ, സൊല്യൂഷൻ ബോർഡിലുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത ആളെ അക്കൗണ്ട് വെൻഡറിന്റെ ബുക്കാണ്. നിങ്ങൾക്ക് കാണാൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. റീപ്രോസസ്ഡ് മാത്രം മാറ്റുക, ബാക്കിയെല്ലാം നേരെ തലതിരിച്ചെഴുതിയാൽ മതി. ദെൻ ഗുഡ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ റിപ്പയർ വരും, ക്യാഷ് സെയിൽ ചെയ്ത പൈസ വരണം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. ഓക്കെ, സോ ഇത് നിങ്ങൾ ചെയ്യണം.
ബാക്കി നിങ്ങൾ വീട്ടിൽ ചെയ്യാം. ഓക്കെ.